നമസ്കാരം. ആത്മീകയാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ മാർച്ച് മാസം 1-ാം തീയതി നമ്മുടെ ജീവിതത്തിലെ പണതടസ്സങ്ങൾ മാറിക്കിട്ടുവാൻ വേണ്ടിയും ആഗ്രഹിച്ച കാര്യങ്ങൾ നിറവേറി കിട്ടുവാൻ വേണ്ടിയും എല്ലാ ഇംഗ്ലീഷ് മാസങ്ങളിലെയും ആദ്യത്തെ ദിവസം ചൊല്ലേണ്ട ഒരു അത്ഭുത സ്വിച്ച് വേർഡിനെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുന്നത്. പലർക്കും പലതരത്തിലുള്ള ആഗ്രഹങ്ങളുണ്ടാകും. ചെറുതും വലുതുമായ പല ആഗ്രഹങ്ങളും നിറവേറ്റിത്തരും ഈ സ്വിച്ച് വേർഡ് നാളെ ഒരൊറ്റ ദിവസം ചൊല്ലുന്നത് മുഖാന്തരം. ആദ്യം തന്നെ പറയാം, ഇത് മുഴുവനായും ഒരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡാണ്. അതുകൊണ്ട് തന്നെ ആർക്കു വേണമെങ്കിലും ഇത് ചൊല്ലാവുന്നതാണ്. എപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഇന്ന് കാണുകയാണെങ്കിലും, ഇനി നാളെ രാവിലെയാണ് കാണുന്നതെങ്കിലും, നാളെ വൈകുന്നേരമാണ് കാണുന്നതെങ്കിലും, നാളെ രാത്രി 12 മണി വരെ സമയമുണ്ട്. അതിനുള്ളിൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ആഗ്രഹത്തെ മനസ്സിൽ കരുതിക്കൊണ്ട് നിങ്ങൾ ഈ ഒരു സ്വിച്ച് വേർഡ് ചൊല്ലാവുന്നതാണ്. ഈ സ്വിച്ച് വേർഡ് ചൊല്ലുന്ന സമയത്ത് ഒരു ആഗ്രഹം മാത്രമാണോ നിറവേറി കിട്ടുന്നത് എന്ന് ചോദിച്ചാൽ അല്ല. ഈ ഒരു മാസം മുഴുവൻ പണം തടസ്സമില്ലാതെ നമ്മളെ വന്നു ചേരുവാനും നമ്മുടെ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടുവാനും നമ്മുടെ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ആവശ്യങ്ങൾ ഈ ഒരു മാസത്തിലേക്ക് നമ്മൾ മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ ആ ആവശ്യങ്ങൾ നിറവേറി കിട്ടുവാനും ശുഭകാര്യങ്ങൾ നടത്തുവാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് തടസ്സമില്ലാതെ നടന്നു കിട്ടുവാനും തുടങ്ങി എല്ലാ കാര്യങ്ങൾക്കു വേണ്ടിയും നമ്മൾ നാളെ ഒരൊറ്റ ദിവസം ഈ ഒരു സ്വിച്ച് വേർഡ് ചൊല്ലാവുന്നതാണ്. മാർച്ച് മാസം മാത്രമല്ല, എല്ലാ മാസങ്ങളിലെയും ആദ്യത്തെ ദിവസം നമ്മൾ ഈ സ്വിച്ച് വേർഡ് ചൊല്ലുന്നത് മുഖാന്തരം ആ ഒരു മാസം മുഴുവൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുന്നതായിരിക്കും. യൂറോപ്യൻ കൺട്രികളിലെല്ലാം തന്നെ എല്ലാ മാസത്തെയും ആദ്യ ദിനം അവർ ചൊല്ലുന്ന ഒരു അത്ഭുത സ്വിച്ച് വേർഡാണ് ഇത്. ഈ സ്വിച്ച് വേർഡിനെ കുറിച്ച് നേരത്തെ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും വീണ്ടും ഞാൻ പറയുകയാണ്, വളരെ പെട്ടെന്ന് ഫലം തരുന്നതും വളരെ എഫക്റ്റീവായതുമായ ഒരു സ്വിച്ച് വേർഡാണ് ഇത്. ഇതുമാത്രമല്ല, മാർച്ച് മാസത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. വശ്യമാസം എന്നാണ് മാർച്ച് മാസത്തെ പറയുന്നത്. ഏത് കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിച്ചാലും ആ കാര്യത്തെ അല്ലെങ്കിൽ ആ ആഗ്രഹങ്ങളെ നിറവേറ്റി തരുവാൻ സാധിക്കുന്ന ഒരു അത്ഭുത മാസമാണ് ഈ മാർച്ച് മാസം എന്ന് പറയുന്നത്. 369 എന്നുള്ള അത്ഭുത ഏഞ്ചൽ നമ്പറുകൾ കൂട്ടിയിണഞ്ഞു വരുന്ന ഈ ഒരു മാനിഫെസ്റ്റേഷൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു നമ്പറായ 369ന്റെ പ്രധാനപ്പെട്ട ഒരു മാസമായിട്ടാണ് ഈ മാർച്ച് മാസത്തെ അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു മാസം നമ്മൾ ഏത് കാര്യം ആഗ്രഹിച്ചാണ് നാളെ രാവിലെ ഉണർന്ന ഉടനെയോ അല്ലെങ്കിൽ ഉറങ്ങുന്നതിന് മുന്നേയോ സ്വിച്ച് വേർഡ് ചൊല്ലുന്നത്, അത് പെട്ടെന്ന് നമ്മളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും. സ്വിച്ച് വേർഡ് ഇതാണ്: റാബിറ്റ് റാബിറ്റ് റാബിറ്റ്. ഒരു വരിയായിട്ട്, അതായത് റാബിറ്റ് 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 എന്നുള്ളത് ഒറ്റ വരിയായിട്ടാണ് ചൊല്ലേണ്ടത്. ഇങ്ങനെ നമ്മൾ നാളെ ചൊല്ലാവുന്നതാണ്. എങ്ങനെ ചൊല്ലാം? കഴിവതും രാവിലെ ഉണർന്ന ഉടൻ തന്നെ ഇത് ചൊല്ലുവാനായിട്ട് ശ്രമിക്കുക. അതായത് കയ്യും മുഖവും കഴുകേണ്ട ആവശ്യമില്ല, ബെഡിൽ നിന്ന് എണീറ്റ് പോകണമെന്നില്ല, അതുപോലെ കുളിക്കണമെന്നില്ല. രാവിലെ എഴുന്നേറ്റ ഉടൻ തന്നെ നാളെ വളരെ സന്തോഷമായ മനസ്സോടുകൂടി നമ്മുടെ ഈ ഒരു മാസം എന്ന് പറയുന്നത് നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നിറവേറി കിട്ടും. ഈ ഒരു മാസത്തിൽ എൻ്റെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും, നേട്ടങ്ങൾ നമ്മളെ തേടി വരുന്നതായിരിക്കും. നമ്മുടെ ആഗ്രഹപ്രകാരമുള്ള എല്ലാ കാര്യങ്ങളും നിറവേറി കിട്ടും. നമ്മൾ സ്നേഹിക്കുന്നവരും നമ്മളെ സ്നേഹിക്കുന്നവരും തമ്മിലുള്ള യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകില്ല. സന്തോഷമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുമെന്ന് നമ്മുടെ മനസ്സിൽ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്തതിനു ശേഷം നമ്മൾ വളരെ സൗമ്യമായി ഇരുന്നു കൊണ്ട് ഒരു ചെറു പുഞ്ചിരിയോടുകൂടി റാബിറ്റ് 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 എന്ന് പറയാവുന്നതാണ്. ഒരു മുയലിൻ്റെ വേഗത എത്രയാണോ അത്രയും വേഗതയിൽ ഈ പ്രപഞ്ചം നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചു തരുവാൻ വേണ്ടി, ഈ പ്രപഞ്ചത്തെ വശ്യപ്പെടുത്തുവാൻ വേണ്ടിയാണ് നമ്മൾ ഈ റാബിറ്റ് 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 എന്നുള്ള ഈ സ്വിച്ച് വേർഡ് പറയുന്നത്. ഇത് നമ്മൾ ഒരു 10 മിനിറ്റ് കണ്ണുകൾ അടച്ച് ഒരു ചെറു പുഞ്ചിരിയോടുകൂടി ഒരു ശാന്തമായ മനസ്സോടുകൂടി കട്ടിലിൽ ഇരുന്നു കൊണ്ട് വേണമെങ്കിലും നാളെ ചൊല്ലാവുന്നതാണ്. ഒരേ ആഗ്രഹം മാത്രമാണെങ്കിലും സാരമില്ല, ഇനി ഏത് ആഗ്രഹങ്ങളാണെങ്കിലും അത് നിറവേറി കിട്ടിയാൽ മതി, ഈ ഒരു മാസം എനിക്ക് സന്തോഷം തരുന്നൊരു മാസമായി മാറിയാൽ മതി എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ യാതൊരു വിധത്തിലുള്ള സംശയവും കൂടാതെ നാളെ റാബിറ്റ് 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 എന്ന് ചൊല്ലാവുന്നതാണ്. ഇനി നാളെ എപ്പോഴെല്ലാം നിങ്ങൾക്ക് സമയം കിട്ടുന്നുവോ അപ്പോഴെല്ലാം നിങ്ങൾ ഈ സ്വിച്ച് വേർഡ് പറഞ്ഞുകൊണ്ടേ ഇരിക്കാവുന്നതാണ്. ജോലി തിരക്കുകൾക്കിടയിലാണെങ്കിലും യാത്രയ്ക്കിടയിലാണെങ്കിലും ഏതെങ്കിലും ഫംഗ്ഷന് പോവുകയാണെങ്കിലും നിങ്ങൾക്കിത് ചൊല്ലാം. പീരിയഡ്സ് ആണ്, പുലവാലായ്മയാണ്, നോൺ വെജ് കഴിക്കും എന്നൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമില്ല. രാവിലെ പറയാൻ സാധിച്ചില്ലെങ്കിലും രാത്രിയിൽ ഉറങ്ങുന്നതിന് മുന്നേയെങ്കിലും
സന്തോഷകരമായ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ സങ്കല്പിച്ചുകൊണ്ട് നമുക്ക് ഈ സ്വിച്ച് വേർഡ് പറയാവുന്നതാണ്. ഇങ്ങനെ നിങ്ങൾ പറഞ്ഞു നോക്കൂ. തീർച്ചയായും നിങ്ങൾ ആഗ്രഹിച്ചതിനപ്പുറവും ഈ മാസം നിങ്ങൾക്ക് സന്തോഷമുള്ള മാസമായി മാറുന്നതായിരിക്കും. ആഗ്രഹിച്ച കാര്യങ്ങൾ നിറവേറി കിട്ടുന്നതായിരിക്കും. നിങ്ങളുടെ മനസ്സിൽ എന്തെല്ലാം നേട്ടങ്ങൾ നേടിയെടുക്കണമെന്ന് നിങ്ങൾ ചിന്തിച്ചു വെച്ചിട്ടുണ്ടോ, ആ കാര്യങ്ങളെല്ലാം നിറവേറി കിട്ടും. സ്വപ്നങ്ങളെല്ലാം സഫലമാകുവാൻ പോകുന്ന ഒരു മാസമായിട്ട് കരുതപ്പെടുന്ന ഒന്നാണ് ഈ മാർച്ച് മാസം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ മാർച്ച് മാസം നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനം തരുന്ന ഒരു സ്വിച്ച് വേർഡിനെ കുറിച്ചാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. അതുപോലെ തന്നെ ഈ ഒരു മാസം മുഴുവൻ ചൊല്ലേണ്ട സ്വിച്ച് വേർഡിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ സ്വിച്ച് വേർഡ് റാബിറ്റ് എന്നുള്ള സ്വിച്ച് വേർഡ് നിങ്ങൾ വേറെ ഏത് സ്വിച്ച് വേർഡുകൾ ചൊല്ലുകയാണെങ്കിലും എഴുതുകയാണെങ്കിലും ചൊല്ലാവുന്നതാണ്. ഇനി എഴുതാനാണ് ആഗ്രഹമെന്നുണ്ടെങ്കിൽ ഒരു നോട്ട് പുസ്തകം മുഴുവനായിട്ട് നമുക്ക് നീല നിറത്തിലുള്ള മഷിയുള്ള പേന കൊണ്ട് വരയിടാത്ത നോട്ട് പുസ്തകത്തിൽ റാബിറ്റ് 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 എന്ന് ഒരൊറ്റ കാര്യം മനസ്സിൽ കരുതിക്കൊണ്ട് വേണമെങ്കിലും എഴുതാവുന്നതാണ്. അപ്പോൾ നാളെ വരുന്ന ഈ ഒരു അത്ഭുത ദിവസം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമായിട്ട് കരുതിക്കൊണ്ട് നിങ്ങളിത് ചെയ്തു നോക്കുക. ഇനി ഒരു പക്ഷേ മാർച്ച് 1 ശേഷമാണ് നമ്മുടെ കണ്ണിൽ ഈ വീഡിയോ പെടുന്നത് എന്നുണ്ടെങ്കിലും സാരമില്ല. എപ്പോൾ നിങ്ങളുടെ കണ്ണിൽ ഈ വീഡിയോ വന്നു ചേരുന്നുവോ ആ സമയത്ത് നിങ്ങൾ ശാന്തമായ മനസ്സോടുകൂടി ഈ സ്വിച്ച് വേർഡ് ചൊല്ലാവുന്നതാണ്. ഇതിനോടൊപ്പം പണത്തെ വശ്യം ചെയ്യുവാനുള്ള സിൽവർ എന്നുള്ള സ്വിച്ച് വേർഡും ചൊല്ലാമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള സ്വിച്ച് വേർഡുകൾ ചൊല്ലാമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ കുറച്ച് ഒരു സമയം ഗ്യാപ്പ് എടുത്തതിനു ശേഷം മാത്രം നിങ്ങൾ ആ മറ്റുള്ള സ്വിച്ച് വേർഡുകൾ ചൊല്ലുകയോ എഴുതുകയോ ചെയ്യാം. ഇത് രാവിലെ ഉണർന്ന ഉടൻ നിങ്ങൾ ചൊല്ലിക്കോളൂ, അല്ലെങ്കിൽ രാത്രി ഉറങ്ങുന്നതിന് തൊട്ട് മുന്നേ ചൊല്ലിക്കോളൂ. ഒന്നുകിൽ അത് രാവിലെ ഉണർന്ന ഉടൻ ചൊല്ലുകയോ എഴുതുകയോ ചെയ്യാം. ഇങ്ങനെ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് മാത്രം രാവിലെ എഴുതാം, അല്ലെങ്കിൽ വൈകുന്നേരം എഴുതാം, അല്ലെങ്കിൽ രാവിലെ ചൊല്ലാം, അല്ലെങ്കിൽ വൈകുന്നേരം ചൊല്ലാം. ഈ ഒരു കാര്യം മാത്രം നമ്മൾ ഓർമ്മയിൽ വെച്ചാൽ മതി. ബാക്കി ഏത് തടസ്സങ്ങളും ഈ ഒരു സ്വിച്ച് വേർഡ് റാബിറ്റ് എന്നുള്ള സ്വിച്ച് വേർഡ് ചൊല്ലുവാനായിട്ട് ഇല്ല. അത് മാത്രം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ എപ്പോഴും സ്വിച്ച് വേർഡുകൾ ചൊല്ലുമ്പോൾ എന്താണോ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ മനസ്സിനെ എങ്ങനെയാണോ നിയന്ത്രിക്കേണ്ടത്, അതെല്ലാം തന്നെ ഒരുപോലെ തന്നെയാണ്. നാളെ ഒരൊറ്റ ദിവസം മാത്രം റാബിറ്റ് എന്നുള്ള സ്വിച്ച് വേർഡ് ചൊല്ലിയാൽ മതി. ഈ മാസം മുഴുവൻ ചൊല്ലേണ്ട കാര്യമൊന്നും തന്നെയില്ല. ഇനി അഥവാ നിങ്ങൾക്കത് ചൊല്ലണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ചൊല്ലാം. പക്ഷേ എല്ലാ മാസത്തിൻ്റെയും തുടക്കത്തിൽ റാബിറ്റ് എന്നുള്ള ആ സ്വിച്ച് വേർഡ് ചൊല്ലാനായിട്ട് മറക്കരുത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള മാനിഫെസ്റ്റേഷൻ മെത്തേഡുകൾ, അതുപോലെ ഏഞ്ചൽ നമ്പറുകൾ, സ്വിച്ച് വേർഡുകൾ, ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ, താന്ത്രികങ്ങൾ, വഴിപാട് രീതികൾ എന്നിവയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. നന്ദി, നമസ്കാരം.